അപ്പൊ ഈ സൺഡേ ആണ്. ഇപ്പൊ സമയം 2:45 സൺഡേ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചൂണ്ടയിടാൻ പോകാറാണ് പതിവ്. ഇന്ന് നമുക്ക് ചൂണ്ടയിടാനായിട്ടുള്ള കോള് വന്നിട്ടില്ല. അനന്ത് നമ്മളെ വിളിക്കും. അതിനു മുന്നേ നമുക്ക് നമ്മുടെ റൂം കുറച്ച് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ റൂമിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ കുറെ കാര്യം ഈ ബ്ലോക്ക് നമ്മൾ നമ്മുടെ ഇവിടെ പാർട്ടീഷന്റെ കാര്യം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുവേണ്ടി ഇറക്കി വെച്ചിരിക്കുന്നതാണ്. വെയിറ്റ്ലെസ് കട്ടയാണ്, 100 എണ്ണം ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ഇങ്ങനെ മേൽ വഴി കെട്ടി വരാനാണ് ഇത്. നമ്മുടെ PC മൂടിയിട്ടിരിക്കുക. ഇവിടെ ഭയങ്കര പൊടിയാണ്. പിന്നെ ബെഡ് ഒന്ന് നീറ്റാക്കണം. ഇവിടുന്ന് കുറെ സാധനം നമ്മുടെ റൂമിന്റെ പണിക്ക് ശേഷം മാറ്റാനുണ്ട്. ഈ ഒരു ഭാഗത്തിരിക്കുന്നത് അതൊക്കെ പിന്നീടേ മാറ്റുന്നുള്ളൂ. ഇപ്പം നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്ലോറൊക്കെ ഒന്ന് തൂത്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. PC-യിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അനന്തുവിന്റെ കോള് വന്ന് നമ്മൾ നേരെ കഞ്ഞിപ്പാടത്തോട്ട് പോകാൻ പോവാണ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. നോക്കട്ടെ, അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വലിയ പ്രതീക്ഷയില്ല, എന്നാലും നോക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെള്ളക്കുടയിലാണ്. വെള്ളക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിപ്പാടത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. കഞ്ഞിപ്പാടത്ത് തന്നെ ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയാം. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ദൂരെ കാണുന്നതാണ് കഞ്ഞിപ്പാടം പാലം. അതിന്റെ കൂടെ തന്നെ അയ്യോ ഒരു കിടിലം വിഷ്വൽ അളിയ. അവിടെ ആ പറവ് ഇറങ്ങുന്നുണ്ട, അമ്പോ സീന് ഗൈസ്. അൺഎക്സ്പെക്റ്റഡ് ക്ലിപ്പ് ഗൈസ്. പറവ് പറന്നു നോക്ക്. സൂപ്പർ സൂപ്പർ സൂപ്പർ, അത് കലക്കി. ഇവിടെ പിന്നെ ഈ അടുത്ത് തന്നെ വള്ളംകളി മത്സരമുണ്ട്. അതിന് വേണ്ടിയിട്ട് പിള്ളേർ ഇവിടെ വള്ളംകളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ മറ്റേ വള്ളംകളിക്ക് നമ്മളിങ്ങനെ ആർപ്പുളിക്കുന്ന പോലത്തെ പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടാണ് അവർ തുഴയുന്നത്. എനിക്കൊന്നത് ജൂനിയർ വള്ളംകളിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടിരിക്കും പിള്ളേരാണ് കൂടുതലും തുഴയുന്നത്. ചെറിയ വള്ളമാണ്, നമ്മുടെ മറ്റേ ചുണ്ടൻ വള്ളത്തിൻ്റെ അത്രയും വലുപ്പമില്ല ഇതിന്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വരാത്ത ഹിഡൻ സ്പോട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ടുള്ള പാടാണ്. അതായത് കൂടുതലും ഈ ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഏരിയയിലുള്ളവരാണ്. ഇവിടെ കിടന്ന് വളർന്നവർക്ക് ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ. നമ്മളെന്തായാലും വീക്കെൻഡിൽ ഇങ്ങനെ ആറിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രസമാണ്. ഇവർ ഡെയിലി ഇത് കാണുന്നതുകൊണ്ട് ഇവർക്ക് അത്ര ഇത് കാണത്തില്ല. അതുകൊണ്ടായിരിക്കണം ഈ ഏരിയയിലുള്ളവർ അധികം ഇങ്ങോട്ട് വരാറില്ല. കൂടുതലും പുറത്തുനിന്നുള്ളവരാണ്. അവർക്കാണെങ്കിൽ ഇതുവഴി ഇങ്ങനെ കറങ്ങി വരാനായിട്ട് ഒരു 5-6 കിലോമീറ്ററെങ്കിലും എക്സ്ട്രാ കറങ്ങേണ്ടി വരും. ഞാൻ എന്തായാലും മാപ്പിൽ ജസ്റ്റ് നിങ്ങൾ ആ ലൊക്കേഷൻ കാണിച്ചു തരാം. ഇനി ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പൊളിഞ്ഞ് കിടക്കുവാണ്. ഇങ്ങോട്ട് വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. അതിന് മുമ്പേ ആയിട്ട് കുറച്ച് വീടുകളുണ്ട്. ആ ഏരിയയിലൊക്കെ അവർ ഈ മെറ്റലൊക്കെ ഇട്ട് റോഡ് സെറ്റാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ആരും നോക്കാനില്ലാത്തൊരു സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഗൈസ്, ദൂരത്ത് നിന്ന് എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പം കാണാം നമുക്ക്. വള്ളംകളിയുടെ മറ്റേ ഇതായിരിക്കുമോളാ, പ്രചരണ ജാഥയായിരിക്കും. ഇതേ പുറയിലൊരു ചുണ്ടൻ വെള്ളം ഒറ്റക്ക് പൊരിഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾ. അപ്പോൾ അത് കെട്ടി വലിക്കുവാണല്ലേ. വള്ളം കൊണ്ടുപോവാട്ടാ. എനിക്കൊന്ന് കളിക്ക് വേണ്ടിയിട്ടുള്ള വള്ളമായിരിക്കും. വള്ളംകളിക്ക്
കൊണ്ടുവന്ന പണിത വള്ളം കൊണ്ടുവന്നാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല വലിപ്പമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ട്രാക്കിൽ തന്നെ ഇവന്മാര് ജൂനിയറിനെ നടത്തുമെന്ന് തോന്നുന്നു കേട്ടാ. ഇത് വലിയ എന്തോടെ പള്ളാത്തുരുത്തിയാ ഇവന്മാരല്ലേ കപ്പടിച്ചു കഴിഞ്ഞ പ്രാവശ്യം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ, കഴിഞ്ഞ വള്ളംകളിയിൽ കപ്പടിച്ച ടീം ഏതാണെന്നുള്ളത്. ഇത് വലിച്ചോണ്ട് പോകണം, അതാണ് ഇത്ര സ്പീഡ്. ഞാൻ വിചാരിച്ചു രണ്ടുപേരും തുഴഞ്ഞോണ്ട് വരുമായിരിക്കും. ഹോളൊന്നു അപ്പോൾ നമ്മളെന്തായാലും ഇനി ചൂണ്ടയിടാൻ വേണ്ടി പോവാണ്. ചൂണ്ടയൊക്കെ ഇവിടെ സെറ്റാണ്. ചൂണ്ടയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ ലൈറ്റ് പോകും. അപ്പം എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് ക്ലിപ്പ് എടുക്കാൻ ചാൻസ് ഉള്ളു. പോകുന്ന വഴിക്ക് രണ്ടുമൂന്ന് ക്ലിപ്പ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പം